ചൊവ്വാഴ്ച പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫിലിപ്പി ലേഖനത്തിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങളാണ് കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് പഠിക്കാനായിട്ട് നമുക്കിടയായത്. 2ാം അധ്യായം ഈ ചൊവ്വാഴ്ച കൊണ്ട് തീർക്കത്തക്ക നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നും ഫിലിപ്പി ലേഖനത്തിൽ തന്നെയാണ് ചില ആലോചനകൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഫിലിപ്പിയ ലേഖനത്തിലെ ഒരു പ്രത്യേക ഭാഗമെടുത്തല്ല ഇന്ന് ഈ സന്ദേശം ഞാൻ നൽകുന്നത്. എന്നാൽ ഫിലിപ്പി ലേഖനത്തിൽ ഉടനീളം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഓർത്തതാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. സന്തോഷം എന്നുള്ള വിഷയമാണ് ഫിലിപ്പി ലേഖനത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ മറ്റു പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞാൽ മറ്റ് 65 പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുള്ളതിനേക്കാൾ സന്തോഷിക്കണം എന്നുള്ള ആഹ്വാനം നൽകുന്ന, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആഹ്വാനം നൽകുന്ന പുസ്തകമാണ് ഫിലിപ്പി ലേഖനം. അതുകൊണ്ട് ഫിലിപ്പി ലേഖനത്തിൻ്റെ കീ വേഡ്സ്, താക്കോൽ വാക്യം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് 4ാം അധ്യായത്തിൻ്റെ 4ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ള കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ള ആ വാക്യമാണ്. ആ വാക്കിനെ കേന്ദ്രീകരിച്ചാണ് ഫിലിപ്പി ലേഖനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ നിർദ്ദേശങ്ങളും തന്നിട്ടുള്ളത്. നമ്മൾ ഈ ലേഖനം, ഞാനൊന്ന് 4 അധ്യായങ്ങളേ ഉള്ളൂ, ആ 4 അധ്യായങ്ങളിലൂടെ സന്തോഷിക്കണം എന്നുള്ളത് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് പറയുമ്പോൾ താൻ പറയുന്ന ഒരു പ്രോഗ്രസീവ്നെസ് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൻ്റെ ഒരു ക്രമാനുഗതമായ അഭിവൃദ്ധി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. 1ാം അധ്യായത്തിൻ്റെ 25ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും. അപ്പോൾ അവിടെ 1ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുക, ഞാൻ ജീവനോടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധിക്കണം? നിങ്ങൾക്ക് സന്തോഷമുണ്ടാകണം. അതാണ് 1ാം അധ്യായത്തിൽ പ്രധാന ആഹ്വാനം. 2ാം അധ്യായത്തിലേക്ക് വരാം. 2ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് അല്പം കൂടെ ഒന്ന് വിശദമാക്കിയിട്ടുണ്ട്. അതിൻ്റെ 17ഉം 18ഉം വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 18ാമത്തെ വാക്യം മാത്രം ഞാനൊന്ന് വായിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. 1ാം അധ്യായത്തിൽ പറഞ്ഞതിനേക്കാൾ അല്പം കൂടെ ഒന്ന് വിശദീകരിച്ചു. നിങ്ങൾ സന്തോഷിക്കണം എന്ന് 1ാം അധ്യായത്തിൽ പറഞ്ഞു. 2ാം അധ്യായത്തിൽ പറയുന്നു നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കണം. ഇനി 3ാം അധ്യായത്തിലേക്കൊന്ന് വരാം. അതിന് 1ാം വാക്യം തന്നെ പറയുന്നു, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പീൻ. അപ്പോൾ ആ സന്തോഷത്തെക്കുറിച്ച് അല്പം കൂടെ ഒരു വ്യക്തത പൗലോസ് നൽകുക അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ. ഇനി ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴോ, 4ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 4ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അപ്പൊ ആ സന്തോഷിക്കണമെന്ന് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുമ്പോൾ 4 അധ്യായങ്ങളിലും പൗലോസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. 1ാം അധ്യായത്തിൽ പറയുക നിങ്ങൾ സന്തോഷിക്കണം. 2ാം അധ്യായത്തിൽ പറയുക നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കണം. 3ാം അധ്യായത്തിൽ പറയുക നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കണം. 4ാം അധ്യായത്തിൽ പറയുക നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. അപ്പോൾ ഓരോ അധ്യായം കഴിഞ്ഞു വരുമ്പോഴും സന്തോഷിക്കണം എന്നുള്ള ആഹ്വാനം കൊടുക്കുമ്പോൾ കുറേയും കൂടെ വ്യക്തത, കുറേയും കൂടെ വിശദീകരണം പൗലോസ് നൽകുന്നതായിട്ടാണ് ഈ 4 അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പൗലോസിന്റെ ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. പലതവണയുണ്ട്. ആ ലേഖനം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി തുടർ ലേഖനത്തിന്റെ അധ്യായങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും പല വിഷയങ്ങളുണ്ട്. അവര് കഷ്ടതയുടെ നടുവിൽ പിടിച്ചു നിൽക്കണം, അവര് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, അവരാത്മീയമായി വളരണം, അവരുടെ ഇടയിൽ ഐക്യത ഉണ്ടായിരിക്കണം, അവർ സുവിശേഷ ഘോഷണത്തിൽ പോരാടണം. ഇങ്ങനെ അനേക വിഷയങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു വിഷയത്തോടാണ്. ഓരോന്നും നമ്മൾ എടുത്ത് വിശദമായിട്ട് പഠിച്ചാൽ അറിയാം, അത് ഓരോന്നും ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഒരു വിഷയത്തോടാണ്. എന്ന് പറഞ്ഞാൽ ഫിലിപ്പി ലേഖനത്തിന്റെ എഴുത്തിൽ പൗലോസിന് ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ചുള്ള ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വെളിപ്പെടുത്തുകയാണ്. എന്താ ഏറ്റവും വലിയ ആഗ്രഹം? നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പൗലോസ്
തൻ്റെ കൂടെ ഫിലിപ്പിയിലെ ഒരു വിശ്വാസി ഇപ്പോൾ ഉണ്ട് ഇത് എഴുതുമ്പോൾ, എപ്പഫ്രാദിത്തസ്. ആ ആളിനെ ഈ കത്തുമായിട്ട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു വിടുക. അപ്പൊ പറഞ്ഞു വിടുമ്പം ഇങ്ങനെയും കൂടെ പറയും, ഈ ആള് വരുമ്പോൾ ഈ ആളെ നിങ്ങൾ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളണം. അപ്പൊ ഈ ആള് വരുന്നത് കൊണ്ടും നിങ്ങൾക്ക് എന്ത് തന്നെ ഉണ്ടാകണം, നിങ്ങളുടെ സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ എത്തണം. അപ്പൊ ആ ലേഖനം മുഴുവൻ നമ്മൾ നോക്കിയാൽ സന്തോഷം എന്നുള്ളതാണ് വിഷയം. ഞാനത് ഇങ്ങനെ പറയട്ടെ, ഓരോ ലേഖനങ്ങളും എഴുതുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തിലുള്ള ചില താല്പര്യങ്ങൾ കൂടെ അവരുടെ മുൻപാകെ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പിയ വിശ്വാസികളെ കുറിച്ചുള്ള പൗലോസിന്റെ ഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഏത് സാഹചര്യത്തിലും ഏത് പ്രശ്നങ്ങളുടെ നടുവിലും അവരെപ്പോഴും കർത്താവിൽ സന്തോഷത്തോടെ നിൽക്കുന്നവരായിരിക്കണം. അത് ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ച് മാത്രമുള്ള ഒരു ആഗ്രഹമായിട്ടിരിക്കുന്നില്ല. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവമക്കളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ ആഗ്രഹം കൂടിയ ദൈവാത്മാവ് പൗലോസിലൂടെ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ സന്തോഷത്തിന്റെ ജീവിതമെന്നാണ് വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. കഥാമനദാസൻ ചാൾസ് ജോൺ എഴുതിയ ഒരു പാട്ടുണ്ട്, പാടാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ പാടുന്നില്ല. എന്നാൽ ഇങ്ങനെ പറയട്ടെ, ആനന്ദം ആനന്ദമേ ക്രിസ്തീയ ജീവിതം ആനന്ദമേ. ഇപ്പൊ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ പാട്ടിന്റെ തുടക്കത്തിലെ 2 വരിയിൽ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിക്കൊണ്ട് ആ പാട്ട് പിന്നീട് അങ്ങോട്ട് വിശദീകരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളില്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതകളില്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ രോഗങ്ങളില്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ വേദനയുടെ അനുഭവങ്ങളില്ലേ? വേർപാടിന്റെ അനുഭവങ്ങളില്ലേ? ദുഃഖത്തിന്റെ കാരണങ്ങളില്ലേ? ഈ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, എന്റെ ദുഃഖം കുറയാൻ, എന്റെ ദുഃഖം വർദ്ധിക്കാതിരിക്കാൻ എന്നൊക്കെ പൗലോസ് ഈ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ പൗലോസിനും ഇത് എഴുതുമ്പം ദുഃഖത്തിനുള്ള ചില കാരണങ്ങളുണ്ട്. പക്ഷെ അതിന്റെ എല്ലാം നടുവിലും പൗലോസിന് പറയാൻ കഴിയുന്ന, അല്ല ഇന്ന് പകർന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ജീവിതമാണ്. പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലും നമ്മുടെ മുഖത്ത് നോക്കിയാൽ മറ്റുള്ളവർക്ക് എന്ത് കാണാൻ കഴിയണം? ഒരു സന്തോഷം. പ്രശ്നമില്ലാഞ്ഞിട്ടല്ല, രോഗങ്ങളില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ നാം ദൈവമക്കളാണെന്നുള്ളതിന്റെ ഒരു പ്രകടമായ തെളിവ് കൂടിയാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ മുഖത്ത് എപ്പോഴും ഒരു പ്രസന്നത, മുഖത്ത് എപ്പോഴും ഒരു സന്തോഷം. ഇതാ ശരിയായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രശ്നങ്ങളോർത്ത് വ്യാകുലപ്പെട്ട്, പ്രശ്നങ്ങളോർത്ത് ദുഃഖിച്ച്, നിരാശപ്പെട്ട് ഇങ്ങനെ മുൻപോട്ട് പോകുന്ന അനുഭവമല്ല ശരിയായ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഞാനത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. പ്രശ്നങ്ങളില്ലാതെ വരുന്നില്ല, പ്രതികൂലങ്ങളും എതിർപ്പുകളും ഒന്നുമില്ലാതെ വരുന്നില്ല. ഒരുപക്ഷെ നമ്മെ നിരാശപ്പെടുത്തുന്ന, ദുഃഖിപ്പിക്കുന്ന, നമുക്ക് യോഗ്യമെന്ന് തോന്നാത്ത പലതും നമുക്ക് നേരിടേണ്ടി വരാം. അതിന്റെ എല്ലാം നടുവിലും മറ്റുള്ളവർ നോക്കുമ്പോൾ കാണണേ നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കണം, ഉള്ളിലുണ്ടായിരിക്കണം. നമ്മിൽ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസ ജീവിതം, യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. അപ്പൊ ഈ ഒരു ആഹ്വാനമാണ് ഈ ലേഖനത്തിൽ ഉടനീളം പൗലോസ് പകർന്നു നൽകുന്നത്. ഞാൻ ഇന്ന് പൗലോസിന്റെ ആഗ്രഹം പൗലോസ് പകർന്നപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ തനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നു എന്ന് ഒരു 4-5 കൂട്ടം കാര്യം ഈ ലേഖനത്തിൽ ഉടനീളം വായിച്ചാൽ പൗലോസ് തന്നെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസ് ഇപ്പൊ ജയിലിലാണ് കിടക്കുന്നത്. ജയിലിൽ കിടക്കുന്നതിന്റെ പ്രയാസങ്ങൾ ഉണ്ടെന്ന് മാത്രമല്ല, അടുത്ത ചൊവ്വാഴ്ച നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആ വേദഭാഗത്ത് അവിടെ വേറൊരു പ്രത്യേക കാര്യം തന്നെ ദുഃഖിപ്പിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ? എപ്പഫ്രാദിത്തസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഫിലിപ്പിയ സഭയിൽ നിന്ന് തന്റെ അരികെ വന്ന് തന്നെ ശുശ്രൂഷിച്ച് കുറച്ച് ദിവസം ജയിലിൽ വന്നു. തന്നെ ശുശ്രൂഷിച്ച് ആ മനുഷ്യൻ രോഗിയായെന്ന് മാത്രമല്ല അവസാനം മരണത്തിന്റെ വക്കോളം എത്തി. അത് തന്നെ ദുഃഖിപ്പിച്ചു. പക്ഷെ അവിടെ പൗലോസ് പറയാ, ദൈവം അവനോട് കരുണ ചെയ്തു, എന്റെ ദുഃഖം കുറഞ്ഞു, എന്റെ ദുഃഖം കൂടാതിരിക്കത്തക്കവണ്ണം എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അവൻ ദുഃഖത്തിന് കാരണമുള്ള വിഷയം തനിക്കുണ്ട്. ജയിലിലായത് തന്നെ ഒരളവിൽ ദുഃഖിപ്പിക്കുന്ന വിഷയമാണ്. അവിടെ കിടന്നിട്ടും ഇതാ
തന്നെ കാണാമെന്ന് കൂടെ നിന്നയാള് തന്നെ ശുശ്രൂഷിച്ചതിന്റെ പേരിൽ ഇപ്പൊ രോഗിയായി മരിക്കാറുമായി ദുഃഖമില്ലാതെ വരുമ്പോ ഇതെല്ലാം ഉണ്ട്. എന്നിട്ടും പറയുക എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. ഇതെങ്ങനെ സാധിക്കുന്നത്? ഇതാ ക്രിസ്തീയ ജീവിതം. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നതല്ല. എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്. അത് ഈ കർത്താവിനാണ് നമ്മുടെ സന്തോഷമെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് പൗലോസ് താൻ ഈ സാഹചര്യങ്ങളിലൊക്കെ സന്തോഷിച്ച അല്ലെ സന്തോഷം കണ്ടെത്തിയ ചില വിഷയങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പൊ ഇവിടെ തുടക്കത്തിൽ തന്നെ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ എല്ലാം ഓർത്ത് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വരുമ്പം എനിക്ക് വലിയ സന്തോഷമാണ്. അതല്ലേ അവിടെ പറയുന്നത്, സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു. എന്താ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവരെ കുറിച്ചുള്ള ഓർമ്മ തനിക്കൊരു സന്തോഷമാണെന്ന് പറയാൻ കാരണം? ജയിലിലാണ് കിടക്കുന്നത്. ജയിലിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് കിടക്കുമ്പോഴും പൗലോസ് പറയുക, അതിന്റെ നടുക്കും നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. അവ എന്താ സന്തോഷം എന്ന് പറയുന്നത്? അവിടുത്തെ കാരണം. അതിന്റെ കാരണം ആ വാക്യത്തിൽ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നത് വായിച്ചാൽ മതി. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട്? നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഒടുവോളം തികയ്ക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അത് ഓർക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് എനിക്ക് വലിയ സന്തോഷം. എന്താ അവരിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി? അവരിൽ ആരംഭിച്ച നല്ല പ്രവൃത്തിയാണെന്ന് ഞാൻ ഫിലിപ്പിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം നമ്മൾ ക്ലാസ്സായിട്ട് പഠിച്ചപ്പം ഇത് തന്നെ അല്പം കൂടുതൽ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് അതിന്റെ വിശദീകരണത്തിൽ പോകാതെ ആശയം മാത്രം പറയുക. ദൈവം അവരിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി എന്താ? അവരിങ്ങോട്ട് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ മുതൽ അവരിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. ഏതാണ് ആ നല്ല പ്രവൃത്തി? സുവിശേഷ ഘോഷണത്തിൽ അവർക്കുള്ള കൂട്ടായ്മ. ഇത് പറയുന്നുണ്ട്, മുമ്പോട്ട് വരുമ്പോഴും പറയുന്നുണ്ട്. ശരിയല്ലേ? നമ്മളൊന്ന് നോക്കിക്കേ, ഫിലിപ്പിയിലെ വിശ്വാസികളെ ആദ്യം രക്ഷിക്കപ്പെട്ടു വന്നതാരാ? ഒരു സ്ത്രീയാ. അവൾ ഇങ്ങോട്ട് രക്ഷിക്കപ്പെട്ട അന്നേരെ ദൈവം അവളിൽ ഈ പ്രവൃത്തി ആരംഭിച്ചു. സുവിശേഷ ഘോഷണത്തിന്റെ പങ്കാളിത്തം ആരംഭിച്ചു. അതെങ്ങനെ തുടങ്ങി? അവള് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഉടൻ തന്നെ അവള് പൗലോസിനോട് പറയാം, ഞാൻ മാത്രം ഇത് സത്യം അറിയാൻ പോരാ, ഈ നാട്ടുകാരോട് അറിയണം. അതുകൊണ്ട് കുറച്ചു നാളുകൂടി ഇവിടെ താമസിച്ച് പ്രവർത്തിക്കണം. അതിന് നിങ്ങൾ ഈ പുഴവക്കത്തൊന്നും കിടക്കണ്ട, എന്റെ വീട് തുറന്നു തന്നേക്കാം. വീട് തുറന്നു കൊടുത്തു. സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയായി. ആ വിശ്വസിച്ച് അന്ന് മുതൽ ദൈവം അവളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് പലരെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയായ എന്നൊക്കെ പറയുന്നുണ്ട്. ഒടുവിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുന്ന സമയത്തും ഫിലിപ്പി സഭ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയായി. എങ്ങനെ? അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ വചനം പഠിപ്പിച്ച ആ ദൈവദാസൻ ഇപ്പൊ സുവിശേഷ നിമിത്തം ജയിലിൽ കിടക്കുക. ജയിലിൽ കിടക്കുമ്പോൾ ആ ദൈവദാസന്റെ ഭൗമിക ആവശ്യത്തിന് ഫിലിപ്പിയിലെ സഭ ഒരു കൂട്ടായ്മ എടുത്ത് അതും കൊടുത്ത എപ്പഫ്രാദിത്തുസിനെ അങ്ങോട്ട് വിട്ടിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ഇത് എഴുതുന്നിടം വരെ ഇവര് പൗലോസിനോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പങ്കാളികളായി. അത് ഓർക്കുമ്പോൾ പൗലോസ് പറയുക, എന്റെ ഹൃദയം വല്ലാതെ സന്തോഷിക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ ഈ ജയിലിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളിലുള്ള ഒരു പ്രവൃത്തിയെ കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ വരുമ്പോൾ എന്റെ വേദന മാറുക, എന്റെ ദുഃഖം മാറുക, എന്റെ ഹൃദയം ഒന്ന് സന്തോഷിക്കുക. അപ്പൊ പൗലോസിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് ഫിലിപ്പിയ സഭ സുവിശേഷ ഘോഷണത്തിൽ കാണിച്ച പങ്കാളിത്തം. സുവിശേഷ ഘോഷണത്തിലെ ഫിലിപ്പിയ വിശ്വാസികളുടെ കൂട്ടായ്മ എന്നുള്ളതാണ്. നമ്മൾ 4-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ വായിക്കുന്നുണ്ട്.
ഈ സഭയെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായെങ്കിലും ഒരു വാക്ക് പറയട്ടെ. ഫിലിപ്പി സഭയെ സംബന്ധിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സഭയാണ്. ആകെപ്പാടെ ഒരു അനൈക്യം ഒക്കെ മാത്രമേ ഉള്ളൂ. അത് തന്നെ ഒന്ന് രണ്ട് സഹോദരിമാരുടെ ഇടയിൽ. പക്ഷെ അവരെ കുറിച്ച് പറയുമ്പോഴും പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഒടുവിൽ, ആ സ്ത്രീകളും എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പൊ അവരും എന്ത് ചെയ്യുന്നുണ്ട്? പൗലോസിന്റെ കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടുന്നുണ്ട്. അല്പം പണക്ക് അവർ തമ്മിലുണ്ടെങ്കിലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് അവരെ ഓർക്കുമ്പോൾ. എന്താ? സുവിശേഷ ഘോഷണത്തിൽ അവർ പോരാടുന്നവരാ. അപ്പം പൗലോസിന്റെ മനസ്സ് നമുക്ക് അവിടെ ഒന്ന് കാണാം. എന്താ പൗലോസിന്റെ മനസ്സ്? സുവിശേഷ ഘോഷണത്തിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. സുവിശേഷ ഘോഷണത്തിൽ നമുക്കൊക്കെ സന്തോഷമുണ്ട്, അല്ലേ? നമ്മളൊക്കെ സുവിശേഷം മറ്റുള്ളവർ അറിയിക്കുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്നവരാണ്. പക്ഷേ ഞാൻ അല്പം കടന്നു പറയുക, സുവിശേഷ ഘോഷണം പലവരും ഒക്കെ ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നതല്ല ശരിയായ സന്തോഷം എന്ന് പറയുന്നത്. സുവിശേഷ ഘോഷണത്തിൽ നാം എത്രമാത്രം വ്യാപൃതരാകുന്നു എന്നുള്ളതാണ് ശരിക്ക് സുവിശേഷ ഘോഷണത്തിൽ നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നോ ഇല്ലയോ എന്നുള്ളതിന്റെ തെളിവ്. പലയിടത്തുമൊക്കെ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസത്തെക്കുറിച്ച് അവർ പ്രസംഗിക്കുന്നുണ്ടല്ലോ, അവിടെ കഷ്ടതയിലും അവര് ഇതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷേ ശരിക്ക് സുവിശേഷ വേലയിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ മാത്രമല്ല, ആ സുവിശേഷ ഘോഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം വെളിപ്പെടേണ്ടതാണ്. ഇതിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ നേരത്തെ ചിന്തിച്ചതുകൊണ്ടാണ് വിശദമാക്കാത്തത്. എങ്കിലും ഈ സാഹചര്യത്തിൽ അത് പറയേണ്ടത് കൊണ്ട് ഞാനങ്ങ് പറയുക. 1-ാം അധ്യായത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഞാനിവിടെ കിടക്കുമ്പോൾ നിങ്ങളൊക്കെ നല്ല മനസ്സോടെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ചിലര് നല്ല മനസ്സോടെയല്ല, എന്നെ ക്ലേശിപ്പിക്കണമെന്ന് കരുതി നാട്യത്തോടെ പറയുന്നവരുമുണ്ട്, ഈ സുവിശേഷം പ്രസംഗിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ അതിലും സന്തോഷിക്കുക. എന്താ കാരണം? നല്ല മനസ്സോടെ അല്ലെങ്കിലും അവരും നാട്യത്തോടെ കപടതയോടെ ആണെങ്കിലും എന്നെ ക്ലേശിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും അവരും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത്. അപ്പൊ അവിടെ പൗലോസിന്റെ അവരെന്നെ ബുദ്ധിമുട്ടിക്കാൻ പ്രസംഗിക്കുന്നു എന്നുള്ള വിഷമം ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യുന്ന ഒരു സന്തോഷം. എന്താ സന്തോഷം? അവരും ആരെയാ പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനെ. ഇതാ സുവിശേഷ വേലയിൽ സന്തോഷിക്കുന്ന മനസ്സ്. ഇതാ നമുക്കുണ്ടായിരിക്കേണ്ടത്. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ നാം അതിന് പല നിലകളിൽ നമുക്ക് പങ്കാളികളാകാം. അത് എത്രമാത്രം ആ പങ്കാളിത്തം നാം വഹിക്കുന്നുണ്ട് എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. സുവിശേഷ ഘോഷണത്തിൽ സുവിശേഷ വേലയിൽ പങ്കാളികളായി സന്തോഷിക്കുന്ന, അല്ലെ സുവിശേഷ വേലയിൽ സന്തോഷിക്കുന്ന ഒരു നല്ല മനസ്സ് പൗലോസിന് ഉണ്ടായിരുന്നെന്ന് 1-ാം അധ്യായത്തിൽ പൗലോസ് വെളിപ്പെടുത്തുക. ഇനി ഞാൻ ഓരോ അധ്യായത്തിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസിന് സന്തോഷത്തിന് കാരണമായ മറ്റൊരു വിഷയം പറയുന്നുണ്ട്. ആദ്യത്തെ വാക്യങ്ങൾ മുഴുവൻ ഞാനൊന്ന് വായിക്കുക. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി അടുത്ത് ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. അപ്പൊ പൗലോസിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന 2-ാമത്തെ വിഷയം ഇവിടെ പൗലോസ് പറയുക. എന്താ 2-ാമത്തെ വിഷയം? ഫിലിപ്പി സഭയിലെ വിശ്വാസികൾ ഐക്യതയിൽ നിൽക്കുന്നു, ഏക മനസ്സോടെ നിൽക്കുന്നു, ഏകഭാവമുള്ളവരാ, ഐകമത്യപ്പെട്ട് നിൽക്കുക. ഇതിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയം പൗലോസിനുണ്ടായിരുന്നു. പൗലോസിന്റെ മനസ്സൂടെ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഈ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ പൗലോസിന്റെ സ്വഭാവം നമുക്ക് ആ ലേഖനങ്ങളിലൂടെ കാണാം. പൗലോസിന്റെ മനസ്സ് ആ ലേഖനങ്ങളിലൂടെ പൗലോസ് വെളിപ്പെടുത്തുക. ഒന്നാമത് പറയുക, സുവിശേഷ വേലയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് പൗലോസിനുണ്ടായിരുന്നു. 2, ദൈവസഭ ഐക്യതയിൽ നിലനിൽക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് പൗലോസിനുണ്ടായിരുന്നു. ഈ ലേഖനം വായിച്ചാൽ അറിയാം, അവരുടെ ഇടയിലുള്ള ചെറിയ പ്രശ്നം പോലും പൗലോസിനെ എത്രമാത്രം ഭാരപ്പെടുത്തി. അതിന് കറക്ഷന് വേണ്ടി എത്രമാത്രം വാക്കുകൾ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, എത്രമാത്രം വാക്യങ്ങൾ ഈ ലേഖനത്തിൽ പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. കൊരിന്ത്യ സഭയോടൊക്കെ പറയുമ്പോഴാണെങ്കിൽ
നമ്മൾ ഈ ഫിലിപ്പി ലേഖനത്തിൽ ഈ ഒരു വിഷയത്തിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും വാക്യങ്ങളും വെച്ച് നോക്കിയാൽ കൊരിന്തി സഭയിലെ പ്രശ്നങ്ങളെ കുറിച്ച് ഇതുപോലെ വിശദീകരിക്കാൻ പോയിരുന്നെങ്കിൽ ഈ വേദപുസ്തകം മുഴുവൻ കൊരിന്തി സഭയ്ക്കുള്ള ദൂത് കൊടുക്കേണ്ട പോലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഒറ്റ വിഷയം പോലും എത്ര ഗൗരവത്തോടെയാണ് അപ്പം പൗലോസ് കണ്ടതെന്നുള്ളതാണ് ഫിലിപ്പി ലേഖനത്തിലെ ആ ഭാഷാ പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ പൗലോസിന്റെ മനസ്സിന്റെ അടുത്ത പ്രത്യേകത ഞാൻ ഇവിടെ പറയട്ടെ. പൗലോസ് ദൈവസഭ ഒന്നായി നിൽക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായിരുന്നു. പൗലോസിനുണ്ടായിരുന്ന ആ മനസ്സ് നമുക്കുണ്ടോ? നമ്മൾ ഒന്നായിട്ട് നിൽക്കുക. ചെറിയ ചെറിയ ഭിന്നതകൾ, ചെറിയ ചെറിയ അകൽച്ചകൾ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരുപക്ഷെ വളരെ ഗൗരവമായി വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകുന്നില്ലെങ്കിലോ ചെറിയ ചെറിയ പ്രയാസങ്ങളും അകൽച്ചകളുമായിട്ട് നിൽക്കുന്നതുണ്ടെങ്കിൽ അതും ഒന്ന് വേണ്ട നിലയിൽ പരിഹരിക്കപ്പെട്ട് സഭ ഒന്നായി നിൽക്കുന്നതിൽ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെറുതുണ്ടെങ്കിൽ അതും പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അതാണ് പൗലോസിന്റെ ആ മനസ്സിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് പൗലോസ് ദൈവസഭയുടെ യൂണിറ്റിയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് പൗലോസിനുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ദൈവസഭയിൽ അനൈക്യം കണ്ടാൽ വേദനിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? ദൈവസഭയിൽ അകൽച്ചകൾ കണ്ടാൽ ഭാരപ്പെടുന്ന ഒരു ഹൃദയം നമുക്കുണ്ടോ? അതുണ്ടാകണം. എങ്കിലേ ഐക്യത കാണുമ്പോൾ സന്തോഷിക്കാനായിട്ട് നമുക്ക് കഴിയൂ. പൗലോസ് അവരുടെ ഐക്യത കണ്ട് സന്തോഷിക്കുമ്പോൾ പറയുന്നത് എന്നാണെന്നറിയാമോ? അവരുടെ ആ അനൈക്യത്തിലെ വേദന, അതിന്റെ ഭാരം, അതാണ് അവരെ അറിയിക്കുന്നത്. അപ്പൊ 2 കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിച്ച. മൂന്നാമത്തത് 2-ാം അധ്യായത്തിന്റെ തന്നെ 17-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്ന 3-ാമത്തെ സന്തോഷത്തിന് കാരണമായ വിഷയം എന്താണ്? എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അപ്പൊ പൗലോസ് പറയാ, നിങ്ങൾക്ക് ചില ഗുണം ഉണ്ടാകുന്നതിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അപ്പൊ അവിടെ എന്താ പറയുന്ന വിഷയം? അതിന്റെ മുകളിലത്തെ വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. ഞാൻ അതിന്റെ മുകളിലത്തെ ചില വാക്യങ്ങൾ വായിക്കേണ്ടതാണ്, പക്ഷേ സമയലാഭത്തിന് വേണ്ടി ആ 16-ാം വാക്യം കൊണ്ട് നിർത്താം. 16-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഇവിടെ പൗലോസിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച 3-ാമത്തെ വിഷയം എന്താണ്? താൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലല്ലോ എന്നുള്ളതിലുള്ള സന്തോഷം. നമുക്കറിയാം, ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ ആ ആത്മീയ ശുശ്രൂഷയ്ക്ക് ചില പ്രയോജനങ്ങൾ ഉണ്ടായി എന്നറിയാൻ ഇടയായാൽ അത് ചെയ്യുന്നവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന സന്തോഷം ചെറുതല്ല. ഇനി വലിയ ആത്മീയ പ്രയോജനമില്ല എങ്കിൽ പോലും എന്ന് പറയാം, വലിയ പെട്ടെന്നൊരു റിസൾട്ടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ശുശ്രൂഷയെക്കുറിച്ച് ചിലപ്പം മുഖസ്തുതിയോടുകൂടി ആണെങ്കിൽ പോലും ചിലര് നല്ല അഭിപ്രായം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു റിസൾട്ട് ഉണ്ടെങ്കിലോ അതിനൊരു പ്രയോജനം ഉണ്ടായാലോ അവിടെയാണ് ശരിയായ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത്. പൗലോസ് പറയാ, ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഒന്നും വെറുതെ ആയില്ലല്ലോ എന്ന് നിങ്ങളെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന് സന്തോഷമുണ്ട്. നമ്മളൊന്ന് നോക്കിയേ, പൗലോസ് ഓടിയതിൻ്റെ അധ്വാനിച്ചതിൻ്റെ ഫലമല്ലേ ഫിലിപ്പിയിലെ സഭ തന്നെ? ഫിലിപ്പിയിലോട്ട് എന്നൊരു പുഴവക്കത്ത് പോയി വെറുതെ ഇരുന്നത്. അന്നേരം ഒരു സ്ത്രീയോട് കണ്ടപ്പം സുവിശേഷം പറഞ്ഞതാ. അപ്പൊ അവിടെ മുതൽ തന്റെ അധ്വാനം തുടങ്ങി. പിന്നീട് ഈ സഭയുണ്ടായി. അവരോടുള്ള ബന്ധത്തിൽ തന്റെ അധ്വാനങ്ങൾ ഇപ്പോഴും ഈ ജയിലിൽ കിടന്നു അവർക്ക് വേണ്ടി അധ്വാനിക്കുക. അപ്പൊ പൗലോസ് പറയാ, ഈ അധ്വാനം ഒന്നും വെറുതെ അല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കുന്നു. ഞാൻ അതിന്റെ മറുവശം പറയാൻ ആഗ്രഹിക്കുന്നത്, താൻ കർത്താവിൽ ചെയ്ത അധ്വാനങ്ങൾക്ക് ഫലമുണ്ടെന്ന് കണ്ടപ്പോൾ സന്തോഷിക്കുന്ന ഒരു ഹൃദയം തനിക്കുണ്ടായിരുന്നോ? അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ഹൃദയം തനിക്കുണ്ടായത്? അധ്വാനിക്കുന്നത് കൊണ്ടല്ലേ ഫലമുണ്ടായത്.
താൻ അധ്വാനിച്ചപ്പോൾ അതിന് ഫലമുണ്ടായി. ഇനി തന്റെ അധ്വാനത്തെ കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു നിലയിൽ വിശദമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ദൈവസഭയോട് ബന്ധപ്പെട്ട്, കൊരിന്തിലെ സഭയോട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നുണ്ട്, താന് കൊരിന്തിലെ സഭയെ ഒരു തോട്ടം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കൃഷിയോട് ബന്ധപ്പെടുത്തി സാദൃശ്യപ്പെടുത്തിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കി. അപ്പൊ തന്റെ അധ്വാനം നടുക എന്നുള്ളതാ, നനയ്ക്കുന്ന അധ്വാനം വേറൊരാളാണ്. അപ്പൊ പലരും ചേർന്നുള്ള അധ്വാനത്തിൽ ഞാനും ചെയ്ത അധ്വാനത്തെ ഫലകരമായി കാണുവാനിടയായല്ലോ എന്നുള്ളത് എൻ്റെ ഹൃദയത്തിനൊരു വലിയ സന്തോഷം. പ്രിയപ്പെട്ടവരെ, നാമും ശരിക്ക് കർത്താവിന് വേണ്ടി ആത്മാർത്ഥതയോടെ അധ്വാനിക്കുകയാണെങ്കിൽ അതിന് ഫലമുണ്ടാകും, യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട്, ഇനി അതുമല്ലെങ്കിൽ നിത്യതയിൽ അതിന്റെ ഫലം നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വചനം വിതറിയാൽ, ഇത് വിതച്ചാൽ, ദൈവജനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, അത് ഫലം കൊയ്യാതെ മടങ്ങി വരികയില്ല എന്ന കർത്താവിൽ നാം ചെയ്യുന്ന അധ്വാനത്തെ കുറിച്ച് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, കർത്താവിൽ നാം ചെയ്യുന്ന പ്രയത്നങ്ങളൊന്നും വ്യർത്ഥമല്ല. ആ വാക്യം അങ്ങനെ തന്നെ നമുക്കൊന്ന് എടുത്ത് വായിക്കാം. സാധാരണ ആ വാക്യം നമ്മൾ സംസ്കാര ശുശ്രൂഷയോട് ബന്ധപ്പെട്ടൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് സെമിത്തേരിയിൽ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ വായിക്കുന്ന ഒരു വാക്യമാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 58-ാം വാക്യം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ. കർത്താവിൽ നാം ചെയ്യുന്ന പ്രയത്നം വ്യർത്ഥമല്ല. കർത്താവിൽ നാം ചെയ്യുന്ന പ്രയത്നം വ്യർത്ഥമല്ല എന്ന് ദൈവവചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുക. അത് നമുക്കും അനുഭവത്തിൽ അറിയാം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ നാളുകൾ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞൊക്കെ മുമ്പ് ചെയ്ത ചില ശുശ്രൂഷകളുടെ ഫലങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട്. ഒരിക്കലും ഒരിടത്ത് ചെന്നപ്പോൾ പല സംഭവങ്ങളുണ്ട്. ഒരിടത്ത് ചെന്നപ്പോൾ ഒരു വ്യക്തി എൻ്റെ എനിക്ക് ഒന്നിച്ചിങ്ങനെ പരിചയപ്പെട്ട് പറയുമോ, ഞാൻ പറയാൻ അറിയത്തില്ല, അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, നമ്മൾ തമ്മിൽ പിന്നെ അങ്ങനെ പരിചയപ്പെട്ടില്ല, പക്ഷേ ഇന്ന വർഷം ഇന്ന സ്ഥലത്ത് പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ടോ, അന്നാണ് ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയത്. അല്ലെ വേറൊരിടത്തൊരാൾ പറഞ്ഞു, ഇന്നിടത്ത് ഇന്നുപോലൊരു ഉപദേശ വിഷയം എടുത്തത് ഓർക്കുന്നുണ്ടോ, അന്നാണ് ഇതാ ശരിയായ ഉപദേശമെന്നറിഞ്ഞ ഞാൻ ഈ വേർപെട്ട കൂട്ടത്തിലേക്ക് വന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം വാക്കുകൾക്ക് അതീതമാണ്. ഒരുപക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ മറ്റാരും കാണുന്നില്ലെങ്കിലും അല്പം കണ്ണുനീര് വരും സന്തോഷം കൊണ്ട്. നമ്മുടെ അധ്വാനം വെറുതെ ആയില്ലല്ലോ. ദൈവമക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപക്ഷെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ ഒരു ഫലം കാണാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിൽ നാം എന്ത് അധ്വാനം കഴിക്കുന്നോ അതിന് ഫലം ദൈവം തരും. അത് വ്യർത്ഥമല്ല. ഒരുപക്ഷെ നമ്മൾ ഓർക്കും, ഞാൻ ഇത്രയും അവിടെ പോയി പ്രവർത്തിച്ചിട്ട് എന്ത് റിസൾട്ട് ഉണ്ടായി, ഇത്രയും പരസ്യങ്ങൾ നടത്തിയിട്ട് എന്ത് പ്രയോജനമുണ്ടായി. പക്ഷേ നമ്മൾ അതിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എന്താ കാരണം? ഫലം പുറപ്പെടുവിക്കാനുള്ള കഴിവോ ഉത്തരവാദിത്വമോ നമുക്കുള്ളതല്ല. നമ്മുടെ ചുമതല കർത്താവിന്റെ വേല ചെയ്യുക, ഏൽപ്പിച്ച് അധ്വാനം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. അതിന്മേൽ പ്രവർത്തിക്കേണ്ടതും റിസൾട്ട് ഉണ്ടാക്കേണ്ടതും ദൈവം മാത്രമാണ്. ദൈവത്തിന് മാത്രമേ അതിനുള്ള കഴിവുമുള്ളൂ. നമ്മുടെ ജോലി എന്ന് പറയുന്നത് എന്താ? അധ്വാനിക്കുക, ദൈവം ഏൽപ്പിച്ച വേല ചെയ്യുക. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, കർത്താവിൽ ചെയ്യുന്ന പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. അടുത്ത ആഹ്വാനം, കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമാകുകയും. ഇതാ മൂന്നാമത്തെ സന്തോഷത്തിന്റെ കാരണം. താൻ ചെയ്ത അധ്വാനം വ്യർത്ഥമല്ല എന്നുള്ള ആ ബോധ്യം തന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു. ഇതാരോടാ പറയുന്നത്? ഫിലിപ്പിയിലെ വിശ്വാസികളോടാണ്. ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇത് എൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ് നിങ്ങൾ. അതിന് വേറൊരു തെളിവൂടുണ്ട്. 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്നിട്ട് ആ സഹോദരന്മാരെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചേ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. നോക്കണേ, ഫിലിപ്പിയിലെ വിശ്വാസികളെ പൗലോസ് വിളിക്കുന്ന പേരെന്താ? ഫിലിപ്പിയിലെ വിശ്വാസികൾ പൗലോസ് വിളിക്കുന്ന ഒരു പേരാ അവിടെ പറയുന്നത്. എന്തേ? എൻ്റെ സന്തോഷമേ, എൻ്റെ കിരീടമേ. അങ്ങനല്ലേ പൗലോസ് ഇപ്പൊ അവരെ വിളിക്കുന്നത്.
അപ്പൊ ഈ വിശ്വാസികൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന്റെ സന്തോഷമാണ്, പൗലോസിന്റെ പ്രശംസാ വിഷയമാണ്, പൗലോസിന്റെ കിരീടമാണ്. അതാ പൗലോസിന്റെ അധ്വാനത്തിന്റെ റിസൾട്ട്. വ്യക്തമാണല്ലോ, പൗലോസിന്റെ അധ്വാനത്തിലാണല്ലോ ലൂദിയ വന്നത്, പിന്നീട് ഇങ്ങോട്ട് ചിലർ വന്നത്, അവിടെ ഒരു സഭ രൂപം കൊണ്ടത്. ഇപ്പോൾ അവര് സുവിശേഷ ഘോഷണത്തിൽ പങ്കാളിയായി നിലനിൽക്കുന്നത്, അവരുടെ ആ നിലനിൽപ്പിനെ തന്നെ പിന്നിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവദാസനാണ് പൗലോസ്. പൗലോസ് പറയുക, നിങ്ങൾ തന്നെയാ എൻ്റെ അധ്വാനത്തിന്റെ ഫലം, നിങ്ങൾ തന്നെയാ എൻ്റെ സന്തോഷം, നിങ്ങൾ തന്നെയാ എൻ്റെ കിരീടം. അവൻ തന്റെ അധ്വാനത്തിന് ഫലം കണ്ടു എന്നുള്ളതിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഫിലിപ്പി വിശ്വാസികളോട് പറയുമ്പോൾ, നിങ്ങൾ തന്നെയാണ് എൻ്റെ അധ്വാനത്തിന്റെ ഫലം, അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ വിഷയം. ഇനി നാലാമത്തേത്, 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. അപ്പൊ ഇവിടെ പൗലോസിന്റെ സന്തോഷത്തിന്റെ മറ്റൊരു കാരണം പറയുക, എന്താ? നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ. ഇവിടെ ഈ ഫിലിപ്പിയ സഭ ഇപ്പൊ എന്താ പൗലോസിനോടുള്ള ബന്ധത്തിൽ ചെയ്തത്? പൗലോസിനോടുള്ള ബന്ധത്തിൽ ചെയ്ത പ്രധാനപ്പെട്ട 2 കാര്യം ഞാൻ അവിടെ നിന്ന് പറയാം. ഒന്ന്, ഫിലിപ്പിയ സഭയിൽ നിന്ന് ജയിലിൽ കിടക്കുന്ന പൗലോസിന്റെ അരികിലേക്ക് അവരൊരു മനുഷ്യനെ പറഞ്ഞയച്ചു. പോയി അവിടെ ചെന്ന് അവിടെ കഷ്ടപ്പെടുന്ന ദൈവദാസനെ ശുശ്രൂഷിച്ച് കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ എപ്പഫ്രാദിത്തസ്. എന്നിട്ട് ആ കൂടെ സഭ ഒരു കാര്യം കൂടെ ചെയ്തു, ഒരു കളക്ഷൻ എടുത്ത് ആ ദൈവദാസന് കൊണ്ട് തന്റെ ആവശ്യങ്ങളിൽ സഹായിക്കുക. അതേക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ അവിടെ താഴെ പറയുന്നുണ്ട്, എൻ്റെ ആവശ്യത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, ആവശ്യത്തിന് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇത് നിങ്ങൾ കൊടുത്തു വിട്ടില്ലായിരുന്നേലും കുഴപ്പമില്ല, പക്ഷെ കൊടുത്തു വിട്ടത് എനിക്ക് വലിയ സന്തോഷം. എന്താ? ആ കിട്ടിയ കാശിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ സന്തോഷിക്കുന്നത്, എന്നെ കുറിച്ചൊരു വിചാരം നിങ്ങൾക്കുണ്ടല്ലോ എന്നുള്ളത്. അതല്ലേ അവിടുത്തെ സന്തോഷ വിഷയം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നതല്ല ഇവിടുത്തെ വിഷയം, പിന്നെ പൗലോസിന് എന്തെങ്കിലും കിട്ടി എന്നുള്ളതല്ല വിഷയം. വിചാരമുണ്ടെങ്കിൽ ആവശ്യം ഇറങ്ങി ചെയ്യും, അതതിന്റെ മറുവശം. എന്നാൽ അതിനൊരു പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, അതിനൊരു പക്ഷേ വ്യത്യസ്തതകൾ വന്നേക്കാം. എന്നാൽ നമ്മളെ കരുതുന്നുണ്ടെന്നൊരു ചിന്തയുണ്ടെങ്കിൽ, നമ്മളെ കുറിച്ചുള്ള വിചാരം സഭയ്ക്കുണ്ടെന്നുണ്ടെങ്കിൽ, അതവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. നാം അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ദൈവസഭ എന്നെ വിചാരിക്കുന്നുണ്ട്, എന്നെക്കുറിച്ചൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്, എന്നെക്കുറിച്ചുള്ള ഒരു കരുതൽ അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് പൗലോസിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു എങ്കിൽ, പൗലോസിനേക്കാൾ ബലഹീനരായ വിശ്വാസികൾ നാം അവരെ കരുതുന്നുണ്ടെന്നുള്ള ചിന്ത വന്നാൽ എത്രയധികം സന്തോഷിക്കാനുള്ള സാധ്യതകളുണ്ട്. ശരിയല്ലേ? പലപ്പോഴും നമ്മുടെ സഭകളിൽ പലരും വേണ്ട പോലെ പ്രയോജനപ്പെടാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? പലരും സഭയോട് വേണ്ടതിൽ ഹൃദ്യത പുലർത്താൻ കഴിയാതെ പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? അവരെ കുറിച്ച് കാര്യമായ വിചാരം നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അവരെ കുറിച്ച് കാര്യമായ കരുതൽ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്നത് ഒരു വലിയ മുന്നറിയിപ്പ് കൂടാണ്, ഒരു വലിയ പ്രബോധനം കൂടാണ്. മറ്റുള്ളവരെ കരുതാനുള്ള ഒരു മനസ്സ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെന്നറിയുന്നതിൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു. 5-ാമത്തതോടെ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 5-ാമത്തത് 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണല്ലോ താക്കോൽ വാക്യം. അവിടെ പറയുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഇതെവിടെ കിടന്ന പറയുന്നേ? ജയിലിൽ കിടന്ന, കഷ്ടതയുടെ നടുവിൽ കിടന്ന. അപ്പൊ അവിടെ പൗലോസ് സന്തോഷിക്കുന്ന മറ്റൊരു ഘടകം, കഷ്ടതയിലും സന്തോഷിക്കാൻ കഴിയുന്നു. കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിയുന്നതിന്റെ കാരണം അറിയണമെങ്കിൽ അടുത്ത ലേഖനത്തിലേക്ക് വന്നാൽ മതി. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഈ വാക്യത്തിന്റെ ഒരു വിശദീകരണം പൗലോസ് നൽകുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് കഷ്ടങ്ങളിൽ സന്തോഷിക്കുന്നതെന്ന്
കൊലോസ്യർ 1:24 പൗലോസ് വ്യക്തമാക്കി, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കഷ്ടതയിലും സന്തോഷിപ്പീൻ. എന്തുകൊണ്ട് കഷ്ടതയിൽ സന്തോഷിക്കുന്നു താൻ? 2 കാര്യങ്ങൾ കൊലോസ്യർ 1:24 നമുക്ക് കാണാം. ഒന്ന്, ഇപ്പോൾ ഞാൻ ആർക്കു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടി. അടുത്ത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത്. അപ്പോൾ ആർക്കു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? ക്രിസ്തുവിനു വേണ്ടി. എന്തുകൊണ്ടാണ് പൗലോസ് ആ കഷ്ടതയിൽ സന്തോഷിക്കുന്നത്? ജയിലിൽ കിടന്ന് ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും പറയാ, ഈ കഷ്ടതയിലും എനിക്ക് സന്തോഷമാണ്. എന്താ കാരണം? ഇത് യേശു ക്രിസ്തുവിന് വേണ്ടി അനുഭവിക്കുന്ന കഷ്ടതയാണ്. പിന്നെ 2, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും കുരുത്തക്കേട് കാണിച്ചതുകൊണ്ട് ഞാൻ ഈ കഷ്ടത അനുഭവിക്കുക എന്നല്ല അവിടുത്തെ ആശയം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആശയം, ഈ കഷ്ടത കൊണ്ട് നിങ്ങൾക്ക് ചില പ്രയോജനങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങളുടെ പ്രയോജനത്തിനാ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ, നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയാ, നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടിയാ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാ. അപ്പൊ ഇവിടെ കഷ്ടതയിൽ പൗലോസ് സന്തോഷിക്കാൻ കാരണമെന്ന് പറയുന്നത്, 1, ഇത് കർത്താവിന് വേണ്ടിയാണല്ലോ എന്നുള്ളത്. 2, ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നത് കൊണ്ട് ദൈവജനത്തിന് അതുകൊണ്ട് പ്രയോജനമുണ്ടെന്നുള്ളത്. ഈ 2 ചിന്ത വന്നപ്പോൾ ജയില് തനിക്ക് ഒരു വിഷയമല്ല, ബന്ധനങ്ങൾ തനിക്കൊരു പ്രയാസമല്ല, അവിടെയും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. 5 കാര്യങ്ങൾ ഈ ഫിലിപ്പിയ ലേഖനത്തിലൂടെ ഞാൻ ഓർപ്പിച്ചു. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സന്തോഷിക്കാനുള്ള ആഹ്വാനം പൗലോസ് തരുന്നത് ഈ ലേഖനത്തിന്റെ എല്ലാ അധ്യായങ്ങളിലൂടെയും നാം കണ്ടു. സന്തോഷിക്കണം, എന്നോടുകൂടെ സന്തോഷിക്കണം, കർത്താവിൽ സന്തോഷിക്കണം, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ഈ ആഹ്വാനം കൊടുക്കുന്ന പൗലോസ് സന്തോഷിപ്പാൻ തന്നെ പ്രേരിപ്പിക്കുന്ന 5 വിഷയങ്ങൾ ഈ ലേഖനത്തിൽ അവതരിപ്പിച്ചു. അത് മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്തൊക്കെ 5 വിഷയങ്ങൾ? 1, ഫിലിപ്പിയിലെ സഭ സുവിശേഷ വേല ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു. സുവിശേഷ വേലയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആ ആശയം ഒന്നുകൂടെ എടുത്തു പറയുക. പൗലോസ് സുവിശേഷ വേലയിൽ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ നാട്യത്തോടെയോ കാപട്യത്തോടെയോ എന്നെ ക്ലേശിപ്പാനോ ആകട്ടെ, അവരും സുവിശേഷമല്ലേ ചെയ്യുന്നത് എന്ന് കണ്ട് അതിൽ സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമുക്കൊക്കെ ചിലർ ചെയ്യുന്ന ശുശ്രൂഷകളെ കുറിച്ചൊക്കെ, പുള്ളിയാണോ ചെയ്യുന്നത്, പുള്ളി എങ്ങനെയാ ജീവിക്കുന്നത്, പുള്ളി എങ്ങനെയാ നമ്മളോടൊക്കെ, പുള്ളി എന്താ പ്രവർത്തിക്കുന്നത്, എന്നിട്ടാണോ ഈ വേല ചെയ്യുന്നത്, എന്നിട്ടാണോ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ ഒരു പക്ഷേ നമുക്ക് തോന്നാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ശരിക്ക് കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അതാരുമാകട്ടെ, അതെങ്ങനെയുമാകട്ടെ, എന്താ ചെയ്യുന്നത്? കർത്താവിന്റെ വേലയല്ലേ, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടിയല്ലേ, അതിൽ വ്യക്തിപരമായി സന്തോഷിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്, കർത്തൃവേലയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. 2, ദൈവജനത്തിന്റെ ഐക്യതയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. അധ്വാനത്തിന്റെ ഫലം ദൈവസഭയിൽ കാണാൻ കഴിഞ്ഞപ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. സഭയുടെ കരുതലിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. കഷ്ടതയിലും സന്തോഷിക്കുന്ന ഒരു മനസ്സ്. ഇതെല്ലാം സാധിക്കണമെങ്കിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും അത്യാവശ്യം, കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. പൗലോസിന്റെ ആ മനസ്സ് ഇതിലൂടെ പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതം തന്നെ സന്തോഷത്തിന്റെ ജീവിതമാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകുവാൻ, ഇവിടെ ഇടയ്ക്ക് പൗലോസ് പറഞ്ഞതുപോലെ ആ സന്തോഷത്തിന്റെ പൂർണ്ണതയിൽ നിലനിൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ വാക്കുകളിലൂടെയും നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ.